മതി. യേശുവേ നിൻ പ്രസാദം മതി എനിക്ക്. സമുദ്രം കോപിക്കിലും ഭയം ഇല്ലെനിക്ക്. ലോകത്തിലേകനായി തീരുകിലും രോഗത്താൽ ബാധിതൻ ആയിടിലും
സ്തോത്രം ചെയ്യുന്നു. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് വാഴ്ത്തി വാദിക്കുകയും കർത്താവിന്റെ മുഖത്ത് കൊടുക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. ചെങ്കടൽ തീരത്ത് മോശയിൻ കണ്ണുനീർ കണ്ടവനെന്നോടു കൂടെയുണ്ട്. ചെങ്കടൽ തീരത്ത് മോശയിൻ കണ്ണുനീർ കണ്ടവനെന്നോടു കൂടെയുണ്ട്. എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്. എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്. ഒരു നാളും എന്നെയുപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെയുപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. സങ്കീർത്തനമായിരിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയാ ഞങ്ങളുടെ സങ്കേതമായി പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ആ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തടിച്ച് വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു.
ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. യഹോവേ, മടങ്ങി വരണമേ. എത്ര ദൂരം താമസം, അടികളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രിയ വാത്സല്യ പിതാവിന്റെ ഭൗതിക ശരീരത്തിന്റെ സംസ്കാര ശുശ്രൂഷയോടനുബന്ധിച്ചായിരിക്കാൻ ദൈവപ്രകാരം അവസരം നൽകി. പ്രിയ മാതാവിന് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. എല്ലാ നന്മകളും അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. അവൻ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം തന്നെ വിളിച്ചു വന്നിരിപ്പാനിടയായി കാലം തുടർന്നു. ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും കർത്താവ് നമ്മൾ പകരപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ സൂക്ഷിക്കുന്ന ദൈവദാസൻ തുടർന്ന് പ്രാർത്ഥിക്കും. സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, തിരുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. ഒരു സ്തുതിയെ പോലും ഇരിക്കുന്നു. ഭാവിയിൽ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ പാടുവാനിടയായി. സന്തോഷത്തിൽ മാത്രമല്ല, സന്താപത്തിലും ദൈവത്തെ വാഴ്ത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്നതുകൊണ്ട് വാഴ്ത്തുന്നു. നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങോട്ട് കേണം, വരവിനായി ഞങ്ങളെ ഓടിക്കേണം. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞ മനുഷ്യയുടെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയോട് കേൾക്കുമാറാകണമേ. ശോഭയേറുന്നോർ നാടുണ്ടത്, കാണാമേ ദൂരവിശ്വാസത്താ. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് ശോഭന നാട്ടിൽ പാടും. വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോദനം അങ്ങില്ലല്ലോ. നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. ആയിരിക്കുന്ന അവനാണ് ബന്ധുമിത്രാദികൾ ചർച്ചക്കാർ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതിയുള്ളതാണെങ്കിൽ എൻ്റെ വിരുദ്ധമായ വന്ദനം അറിയിക്കുന്നു. ഞാനൊരു പാട്ടിനെ പാടുവാൻ ആഗ്രഹിക്കുന്നു. ദുഃഖം ദൈവമേ പ്രത്യാശയും
പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണെന്ന്. കഴിഞ്ഞതായ ദീർഘവർഷങ്ങൾ 77 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിപ്പാൻ പ്രിയ മാതാവിന് ദൈവം ആയുസ് കൊടുത്തു. കുടുംബജീവിതത്തെ ദൈവം നൽകി, മക്കളെ പ്രദാനം നൽകി, അതിലുപരിയായിട്ട് കർത്താവിനെ പിൻപറ്റുവാൻ സ്വർഗത്തിൽ ദൈവം ഭാഗ്യം നൽകി. മാതൃകയോടെ കുഞ്ഞുങ്ങളെ വളർത്തി, കർത്താവിന്റെ സ്നേഹത്തിൽ അവരെ വളർത്തി, കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി, കർത്താവിന്റെ പടക്കളത്തിൽ അടരാടുന്ന ധീര യോദ്ധാക്കളാക്കി അവരെ വളർത്തിക്കൊണ്ടുവന്ന ആ മാതാവിന്റെ വലിയ ധീരതയും വിശ്വാസത്തിലെ അനുഭവങ്ങളെ ഞാൻ ഓർക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കർത്താവദാസൻ പാസ്റ്ററെ പരിചയപ്പെടുകയും അദ്ദേഹം സൗദിയിൽ ശുശ്രൂഷിക്കുന്ന സഭയിൽ കടന്നുപോയി എന്റെ അനുജനും കുടുംബമായിട്ട് ആ സഭയിൽ വിശ്വാസികളായിരിക്കുമ്പോൾ അവിടെ കടന്നുപോവുകയും അദ്ദേഹവുമായിട്ട് പല കൂട്ടായ്മകൾ അനുഭവിക്കാനിടയായി. അതിനുശേഷം ഈ വാത്സല്യ ഭവനത്തിൽ വന്ന മാതാവിനെ കാണുകയും മാതാവിനോടുള്ള പലവിധമായ സംസർഗങ്ങൾ അനുഭവിക്കാനിടയായി തുടർന്ന് ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ വളരെയധികം സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി എന്നെ സ്വീകരിപ്പാനൊക്കെ ഇടയായി തുടർന്നുണ്ട്. സ്തോത്രം. എന്നാൽ ശാരീരികമായ വളരെ കലശത്തിലായിരുന്നപ്പോൾ എനിക്ക് കടന്നു വരുവാനോ കാണുവാനോ കഴിഞ്ഞില്ല. മരിച്ച ഉടൻ തന്നെ സൗദിയിൽ നിന്ന് അനിയനെ വിളിച്ചു പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തി കടന്നു പോകുവാനിടയായി. പ്രിയമുള്ളവരെ, ഇല്ലാത്ത കണ്ണുനീരില്ലാത്തതായ ആ പ്രത്യാശയുടെ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ആ ബെയ്യൂരായുടെ തീരത്തേക്ക് കടന്നു പോകുവാനിടയായി തീർന്നതിനെ ഓർത്ത് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മക്കൾ, കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, സഭാമക്കൾ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഞാൻ പ്രചാരണം ചെയ്യുന്ന ദൈവസഭയുടെ കലുവല ദൈവസഭയിലെ മല്ലപ്പള്ളി സഭയിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. കലുവല ദൈവസഭയുടെ ദുഃഖം ഈ ഭാഗത്തെ ഞാൻ അറിയിക്കുന്നു. അത്യാവശ്യമായിട്ട് സഭയായിട്ട് ഞങ്ങൾ നേരത്തെ ഇന്ന് രാവിലെ തൊട്ട് 9 മണി തൊട്ട് പരസ്യയോഗം ക്രമീകരിച്ചിരിക്കാൻ എനിക്ക് അത്യാവശ്യമായിട്ട് കടന്നുപോയി ആ ശുശ്രൂഷയിൽ പങ്കുചേരേണ്ടതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളുടെ മക്കളെയും കാണുവാനുള്ള വലിയ ഭാഗ്യം കർത്താവ് നൽകി. വളരെ ആത്മീയമായ നിലവാരത്തിൽ ജീവിച്ചതായ ഒരു സഹോദരിയായിരുന്നു. എൻ്റെ പിതാവ് ഞാൻ തിങ്കളാഴ്ച വൈകിട്ടോട് ഓർപ്പിച്ച പോലെ എപ്പോഴും അലവിലായും സ്തോത്രം പറയുന്ന ഒരു പിതാവായിരുന്നു. തൻ്റെ ആ വഴിയുടെ പള്ളികൾ പോയാലും വീട്ടിൽ ഉറച്ച സ്തോത്രം പറയുന്ന നാട്ടുകാർക്കൂടെ കേൾക്കാൻ അതുപോലെ ഉറച്ച സ്തോത്രം പറയുന്നതായ ഒരു പിതാവിൻ്റെ മകളായിട്ട് ജനിച്ചു. ഈ പ്രിയ മാതാവും അതുപോലെ എപ്പോൾ കടന്നു വന്നാലും ആദ്യം എല്ലാവരെയും വളരെ പുഞ്ചിരിയോടെ സ്വീകരിച്ചിട്ട് സ്തോത്രം ഹല്ലേലൂയ പറയുന്നതായ ആ ഒരു ദിവ്യ പ്രത്യാശയുടെ ഉടമയായ ദൈവത്തിന് സ്തോത്രം. നാളിൽ കട്ടകൾ കടന്നു പോകുമ്പോൾ കാണുകയും പ്രാർത്ഥിപ്പാനെ കൊണ്ട് കർത്താവ് സാവകാശം ഒരുക്കി ോട് പറയുമ്പോൾ നീ പോയിക്കൊള്ളുക, വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓരി പ്രായ്പാൻ എഴുന്നേറ്റ് വരുമെന്നുള്ള വചനപ്രകാരം വിശ്രമത്തിനായിട്ട് തന്റെ മകള് ഇവിടുന്ന് പോയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലേഖനത്തിൽ വായിക്കുമ്പോൾ മണ്ണുകൊണ്ടുള്ളവരെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. 77 വർഷക്കാലം താൻ മണ്ണുകൊണ്ടുള്ളവരെ പ്രതിമ ധരിച്ച് ഈ ലോകത്തിൽ ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇനി താൻ സ്വർഗീയന്റെ പ്രതിമ ധരിക്കാനായിട്ട് അവരുടെ അടുക്കിലേക്ക് കൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എത്ര താമസങ്ങളാകെ താവ് മടങ്ങി വരുമ്പോൾ താമസാസിയെ കാണാമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. ദുഃഖമുണ്ടെങ്കിലും ഇവിടെ ദുഃഖത്തെ അടക്കിയിരിക്കുന്ന കാര്യമൊന്നും ചോദിക്കാതെ ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ദുഃഖിക്കാതെ വിശ്വാസത്തിന്റെ മാർഗത്തിൽ ഒന്നായിട്ട് താവള് ദാസി താവിന്റെ രാജ്യത്തിലേക്ക് കൂടി ചേർക്കപ്പെട്ടു. ഇനി താമസമനാകെ താവ് മടങ്ങി വരുമ്പോൾ ദാസിയെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഉള്ളതിലുള്ളതുകൊണ്ട് ദുഃഖത്തെ അടയ്ക്കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അനേക ദൈവദാസന്മാർക്ക് ഈ ഭവനത്തിൽ കടന്നു വരുവാനും ശുശ്രൂഷിപ്പാനും ആത്മീയ വന്ന് പുലർത്തുവാനും കർത്താവ് വലിയൊരു ഭാഗ്യം കർത്താവിന്റെ മകൾക്ക് ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്തെ ശാലോൻ മേഖലയുടേതായ ആ പ്രാരംഭ സമയത്ത് തന്നെ ഈ കുടുംബത്തിനൊരു കൈത്താങ്ങലായിട്ട് നിൽക്കുവാണ് വേണ്ടിയായ ദൈവത്തിന്റെ സ്തോത്രം. തന്റെ ജീവിതത്തിൽ തന്റെ ആയുസ് തികച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തുനിന്ന് വായിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം വായിപ്പാനായിട്ട് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എത്ര ഭക്തന്മാർ ആയിരിക്കുന്ന പോലെ മരിച്ചാൽ മാത്രമേ ആ മരണം ദൈവത്തിന് വിലയേതായിരിക്കുള്ളൂ. അതുകൊണ്ട് വിലയാൻ വിചാരിച്ചു ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കുവാൻ ആഗ്രഹിച്ച് കൊതിച്ചു പക്ഷെങ്കിൽ നടന്നില്ല എന്ന് നമുക്ക് ദൈവത്തിന് അവനെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ദൈവം തോന്നും. അവനെ ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കുവാനുള്ള കഴിയത്തുള്ള
വരുവാനായിട്ട് കാരണം ഈ കൊച്ചിയുടെ അനിതിയായിട്ടുള്ള കുഞ്ഞോളമ്മ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ അനുഗ്രഹീതമായ കുടുംബത്തിലെ അംഗമാണ് പാസ്റ്റർ കെ എൻ തോമസ്. പ്രിയ മാമ, പ്രിയ മക്കൾ നെല്ലിമല IPC സഭയുടെ അംഗമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രിയ കൊച്ചിയുടെ രോഗം അറിയുവാൻ ഇടയായിത്തീർന്നു, പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. തക്ക സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയമ്മച്ചിയെ ചേർക്കുവാനായിട്ട് കർത്താവിൻ്റെ പ്രസാദം കൊണ്ടിനായി സ്തോത്രം ചെയ്യുന്നു. സഹോദരങ്ങളായ പാസ്റ്റർ തോമസ് ജോൺ, പാസ്റ്റർ ഈഥൻ അവരെല്ലാവരെയും എടുത്ത് പരിചയമുണ്ട്. അവരെല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചിന്തകൻ ഒരിക്കൽ ചോദിച്ചു, മരിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പക്ഷെ ഉത്തരവുള്ളൂ, ജനിക്കാതിരുന്നാൽ മതി. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരുന്നാൽ മതി. ജനിച്ചാൽ മരിക്കും, തീർച്ചയാണ്. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ കാണിക്കുന്ന ലക്ഷണം മരണലക്ഷണം. ആ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ ആഗ്രഹം ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളതാണ്. ക്രിസ്തു ഭക്തർ മരണത്തെ വെല്ലുവിളിച്ച് ജീവിക്കുന്നവരാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ക്രിസ്തു ഭക്തരാണ് മരണത്തെ വെല്ലുവിളിക്കുന്നത്. ദൈവമക്കൾ മരണത്തെ നോക്കിയല്ല ജീവിക്കുന്ന, മരണത്തെ കാത്തുകൊണ്ട് ജീവിക്കുകയല്ല, അവർ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുകയാണ്. കർത്താവിനെ തുറക്കുകയില്ല. പക്ഷെ വേദപുസ്തകം വിശ്വസിക്കുന്ന നാം ഇന്ന് പകരം ഉറച്ചു പറയുന്നു, ഈ കൈകാലുകൾ ഇനി അനങ്ങും, ഈ കണ്ണുകൾ ഇനി തുറക്കും, അമ്മച്ചി എഴുന്നേൽക്കും. കർത്താവിനെതിരെ സഹോദരങ്ങളെ മക്കളെതിരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. പ്രത്യാശ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ പങ്കുവയ്ക്കുന്നു. കർത്താവിനെ ലഭ്യമാണ്. തുടർന്ന് ദാസൻ പാസ്റ്റർ പോസ്റ്ററിലുള്ള ശുശ്രൂഷ കടന്നു പോവുകയാണ്. വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഴുതുകാലം മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഒരാഴ്ച പ്രത്യാശയോടെ കർത്താവിനെ സേവിച്ച ഈ കർത്താവിൻ്റെ ധീര്യദാസി ദൈവത്തിൻ്റെ സമയമായപ്പോൾ തൻ്റെ ദാസി വിളിച്ചു കേൾപ്പില്ല. കൗമും പറയാറ്, തിരുവല്ല കൗമും പറയാറ് കണ്ണേത്ത് കുടുംബങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഭവനമുണ്ട്. ആ ഭവനത്തിൽ ഈ കർത്തദാസിയുടെ സഹോദരൻ പാസ്റ്റർ തോമസ് ജോൺ, അതുപോലെ ഇവരുടെ മാതാപിതാക്കൾ പാസ്റ്റർ PJ തോമസ് എന്ന ശാരോൺ തോമാച്ചായൻ്റെ കൂട്ടായ്മയിൽ ദീർഘവർഷങ്ങൾക്ക് മുൻപ് വളരെ വിശ്വസ്തയോടെ ഈ കുടുംബങ്ങൾ ദൈവത്തിൽ അവരുടെ ദൈവസഭയ്ക്ക് ആ കുടുംബങ്ങൾ ആശ്വാസം. ഈ പ്രിയപ്പെട്ട കർത്തദാസി തൻ്റെ മാതാപിതാക്കളൊക്കെ ആ കൂട്ടായ്മയുടെ സജീവ അംഗങ്ങളായിരുന്നു. ഞാൻ അവിടുത്തെ ലോക്കൽ പാസ്റ്ററായും ഇപ്പോൾ അവിടുത്തെ സെക്ഷൻ ശുശ്രൂഷകനായും സേവനം ചെയ്യുന്നു. ഈ കുടുംബങ്ങൾ ദൈവസഭയ്ക്ക് ആശ്വാസമാണ്. അമ്മയുടെ വേർപാട് മക്കളെ സംബന്ധിച്ച് വളരെ ദുഃഖമാണ്. എൻ്റെ അമ്മ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളെ സംബന്ധിച്ച് ഭാഷയിലെ ഏറ്റവും നല്ല പദമാണ്. സദൃശവാക്യത്തിൽ മകനെ അമ്മയുടെ ഉപദേശം മറത്തു. മാതാപിതാക്കൾ ശക്തമായ ഉപദേശങ്ങൾ നൽകുന്നു.
നമ്മുടെ കേരളക്കരയിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട അനേക വിശുദ്ധന്മാരായ കർത്താവിന് വലിയ ദാസന്മാരുണ്ടെന്നുള്ള സത്യമാണെങ്കിലും അവരെയൊക്കെ നിലനിർത്തിയത് ഇതുപോലെയുള്ള മാതാക്കൾ. അത് ദൈവമക്കൾ മകളെ പ്രിയപ്പെട്ട ഞങ്ങളുടെ MD സാറിൻ്റെ മകൻ സാം അവിടെ വിവാഹം കഴിച്ചു. പല നിലകളിൽ ഞങ്ങളുടെ ഫെലോഷിപ്പിന് ഈ കുടുംബത്തോട് കടപ്പാടുണ്ട്. ഞാൻ ഫെലോഷിപ്പിനുള്ള ദുഃഖവും വേദനയും കുമ്പനാട് സെക്ഷനുള്ള ദുഃഖവും വേദനയും അറിയിക്കുന്നു. ഈ പ്രിയപ്പെട്ട ദൈവമായി ശ്രമിക്കുന്നു. എനിക്ക് വളരെ അത്യാവശ്യമായി അല്പം വിദൂര സ്ഥലത്ത് മാനസിക ശുശ്രൂഷ സംബന്ധിക്കണം. പ്രിയപ്പെട്ട സാക്ഷിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മകളെ തൊട്ട് അവളെ താമസമാക്കിയ കാലം മുതൽ അതിന് മുമ്പ് തന്നെ ഞാൻ ചെറുത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ദേവദാസെ അറിയാം. പ്രിയപ്പെട്ട ജോസഫയുടെ ബന്ധത്തിലൊക്കെ വളരെയധികം അടുത്ത സ്നേഹവും ബന്ധവും അടുപ്പം പുലർത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദാസി മരിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. അത്രയധികം പ്രായമൊന്നുമില്ലെങ്കിലും കുറേ കാലമായിട്ട് ക്ഷീണാവസ്ഥയിലൊക്കെ ആയിരുന്നു. എങ്കിലും എനിക്ക് അടുത്തറിയാതെ പ്രിയപ്പെട്ട ദാസിയുടെ നിലപാടുള്ള അനുസരിച്ച് അർപ്പിക്കാനായിട്ടാണ് ഞാനിവിടെ കടന്നു വന്നത്. എല്ലാ മക്കളും എല്ലാവരും എനിക്കറിയാം, കൊച്ചുമക്കളെ അറിയാം. അതുകൊണ്ട് വളരെ അടുത്ത ബന്ധമുള്ള ഈ ഭവനത്തോടെ ഞങ്ങളെ വളരെയധികം പ്രത്യാശയോട് ധൈര്യമുണ്ട്. നമ്മുടെ വിശ്വാസം അതാണ്. യുണീക്നെസ് ഓഫ് ക്രിസ്ത്യൻ ഹോപ്പ്. ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ അതുല്യമായ അവസ്ഥാവിശേഷമാണ്. മരണം നമ്മുടെ അവസാനമല്ല. മരണം പോലും മരണത്തെ ജയിച്ചു. വിധിയുടെ വാതിലിനെ തുറന്നു. ഞാൻ ഇവിടെ ഫ്രണ്ട് കേട്ടു, ഇവരുടെ കാര്യം കഴിഞ്ഞ് ചലിക്കുന്നില്ല, ഇതൊക്കെ ചലിക്കും, വീണ്ടും ഇതെല്ലാം ചലിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ ക്ഷീണമുള്ള അവസ്ഥയല്ല, രൂപാന്തരപ്പെട്ട അവസ്ഥയിൽ അമ്മയ്ക്ക് നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശയില്ല. നമ്മുടെ അമ്മയ്ക്കുടെ ഭൗതിക അവസ്ഥത്തോടെ യാത്ര പറയില്ല. നമ്മുടെ പ്രത്യാശ വളരെ സത്യം, വളരെ ഉറപ്പ്. നമുക്കറിയാവുന്നതിനെ പ്രാർത്ഥിക്കാം. ഭരണമുള്ള പിതാവും സകല ആശ്വാസത്തിന്റെ ഉറവ് ഞങ്ങൾ നടത്തുകാരെന്ന് പ്രിയപ്പെടുന്ന സ്വർഗസ്ഥനായ പരമപിതാവേ, ദുഃഖത്തിന്റെയും വേദനകളും ഞങ്ങൾക്ക് അടുത്തു വരുന്നു. പ്രത്യാശയോടുകൂടി അബ്ബാപിതാവ് നിങ്ങൾക്ക് അടുത്തു വരുന്നു. കർത്താവേ, അവർ നിങ്ങളെ കാണണമേ, ഞങ്ങളോട് മനസ്സരിയണമേ, തിരുസാഹിനോട് നടക്കണം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ അവർ നിങ്ങൾ നടത്തി ഞങ്ങളെ പരിപാലിക്കുന്നു. അത്ഭുതകരമായി കോഴിക്കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന പോലെ കിഴങ്ങിൽ മറച്ച് ആഹാരം, വസ്ത്രം, ജീവിത സമസ്യകളെ പ്രിയപ്പെട്ടു തന്ന് പരിപാലിച്ച് മറന്നിരാത്ത ധാന്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് സാഹസിക്ക് ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്ന കർത്താവേ, 77 വർഷം ജീവിക്കാനുള്ള അവസരം കൊടുത്തു. സന്തോഷ കുടുംബജീവിതത്തിനായി സ്തോത്രം. മക്കൾക്കായി ഒറ്റുമൊക്കെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത കർത്താവേ, ദാസിനിയുടെ യാത്ര പ്രതി പ്രത്യാശയുടെ മകനെ യാത്രയ്ക്ക് കർത്താവേ, നിന്റെ മകനെ കാണാനായിട്ട് ഇപ്പം ദാസനെ ഏറെ നാളായി കാത്തിരിക്കുകയാണ്. കാണുമ്പോഴേ അവർ നമ്മൾ വലിയ കൂടിക്കാഴ്ച ഉണ്ടെന്നുള്ള ഓർത്ത് ഞങ്ങൾ ദൈവത്തെ തുതിക്കുന്ന കർത്താവേ. മരണം ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ലല്ലോ. മരണം മൂലം മരണത്തെ ജയിച്ച് ഇതിയുടെ വാതിലെ തുറന്ന് കർത്താവ് ഞങ്ങളോട് ജീവിക്കുന്നവർ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരെ അതാ സ്ഥലത്തെ വിളിച്ച് ചേർക്കാനാണ് ഞാൻ വിളിക്കപ്പെടും കർത്താവേ. അതുകൊണ്ട് മനുഷ്യപുത്രന്മാരെ തിരികെ വരികയെന്നുള്ള അവിടുത്തെ വിളികട്ടെ നിന്റെ മോളെ ദിവസത്തിലേക്ക് വിളിച്ചു. ദുഃഖമുണ്ട്, പ്രയാസമുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നതിനെ യോഗ പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവ വാഴ്ത്തപ്പെടുന്ന പ്രപഞ്ചങ്ങളുടെ ദൈവത്തിന്റെ വെട്ടിക്കർമാവേ, ഇതിന്റെ മക്കൾക്ക് സഹായിക്കണമേ, പ്രത്യാശയോട് നടക്കണമേ. കർത്താവേ, ഇതിന് മരണത്തിലായിട്ടുള്ള മരണശിശുക്കുട്ടിയോ സ്തോത്ര ശിശുക്കുട്ടിയായി ദൈവം സഹായിച്ചു കൊടുത്തു ജീവിക്കും. എല്ലാ സന്തോഷമുള്ള അവസരം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ വെട്ടിത്താൽമാരുടെ ആശ്രയിച്ചുകൊണ്ട്
സ്തോത്രം ചെയ്യുവാൻ തന്നെ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുറച്ച് കൃപയുണ്ടല്ലോ, കരുണയുണ്ടല്ലോ, കാവലുണ്ടല്ലോ. മക്കളെ എല്ലാവരെയും ഓർക്കുന്നു, ഉള്ളവരെ അവിടെ ആശ്വസിക്കുകയും ധൈര്യപ്പെടുത്തുകയും വരാനായിട്ട് കൂട്ടുവെട്ടുന്ന കർത്താവെ, പ്രത്യാശയോടെ നിറയ്ക്കുന്ന കർത്താവെ, കപ്പാ സമീപിച്ചിട്ട് ഓരോരുത്തരെ പോലെ ഞാൻ പറഞ്ഞതിന്റെ വിഷമുള്ളവിടെ സാത്താന്റെ ജയവിടെ എന്ന് പറയാൻ തന്നെ ഞങ്ങൾ ധൈര്യപ്പെടുത്തുന്ന കർത്താവെ, അടുത്ത കൃപയിൽ ദൂരെ ഞങ്ങൾ നടത്തി പരിപാലിച്ച് ഇനിയും നടത്തുവാൻ തന്നെ അവിടെ ഞങ്ങൾ ഭക്ഷ്യവരോട് സ്തോത്രം. കർമ്മത്തിന് മതിയാണ് കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നിന്റെ കൈപിടിയിൽ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് സാന്നിധ്യ ഭക്തരുടെ ഇരുന്ന് മക്കളെ പ്രിയപ്പെടുകയും നിന്റെ ദാസി കാണിക്കാൻ നല്ല മാനവ ജീവിതത്തിനായി സ്തോത്രം, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, വിശ്വാസത്തിനായി സ്തോത്രം, പ്രത്യാശയ്ക്കായി സ്തോത്രം, കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇങ്ങനെയൊക്കെ നല്ല മാനം കാണിക്കുന്ന കർത്താവ് ഒരു നല്ല അമ്മയായി, ഒരു നല്ല വ്യക്തിത്വ, ഒരു നല്ല അയൽവാസിയായി എല്ലാ ശിശുക്കളും ചെയ്തു. നന്ന് നല്ലൊരു വിശ്വസ്തമായ ദാസിയെ നിന്റെ യജമാൻ സ്ഥാനത്തോട് പ്രവേശിക്കാനുള്ള വാക്കുകേട്ട് വിളിക്കാത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദുഃഖം ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുന്ന കർത്താവേ, നിന്റെ മക്കളെ ഇനി രൂപാന്തരപ്പെട്ട ശരിവായി ഞങ്ങൾക്ക് കാണാമേ കർത്താവേ. അവരുടെ മുഖത്തെ പ്രത്യക്ഷത അടുത്തിരിക്കുന്നവർ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരുക്കുള്ള ജീവിപ്പാൻ ഞങ്ങൾ സഹായിക്കണമേ. കൃപയിൽ ഞങ്ങൾ ശക്തീകരിച്ച് മാനവത്തെ അവർക്കെടുത്ത് നിന്റെ മക്കളെ ആശ്വസിക്കുകയും ധൈര്യപ്പെടുത്തിക്കണമെന്ന് വീണ്ടും എഴുന്നേറ്റ് അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഭവനത്തിൽ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ വാത്സല്യ മാതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഇവരെ ലഭിച്ച അവസരം ഓർത്ത് പ്രിയ പാസ്റ്റർ ബാബു പ്രിയ തോമസ് കുടുംബം കടന്നു വന്ന് സഹകരിക്കുന്ന ശുശ്രൂഷ നടത്തി കഴിഞ്ഞാണ് അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നതും നാട്ടിൽ വന്ന വിവരങ്ങളായിരുന്നു. 2000 ആണ്ടിൽ സൗദി അറേബ്യയിൽ അദ്ദേഹത്തിന്റെ സഭയോടുള്ള ബന്ധത്തിൽ വളരെ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. വിദേശ യാത്രകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു യാത്രയായിരുന്നു സൗദി അറേബ്യയിലെ യാത്ര. ദേവിദാസന്റെ സഭ വളരെ നല്ല നിലയിൽ പ്രോഗ്രാമുകൾ ക്രമീകരിക്കുകയും സഹകരിപ്പിക്കുകയും ചെയ്ത നല്ല നാളുകളെ ഞാൻ നോക്കുന്നു. അത്യുത്തമമായ ഒന്നിലേക്ക് പ്രവേശിക്കപ്പെട്ടു. സ്തോത്രം. അവർ നല്ലപ്പോൾ പൊരുതും വിശ്വാസം കാത്തു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ വിവാഹിതയായി വന്നു ചേർന്ന ഈ മകൻ ധന്യമായ കുടുംബജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്ക് ജന്മം നൽകി അവരെ പത്യോപദേശത്തിലും ദൈവഭയത്തിലും വളർത്തി അവരുടെയൊക്കെ വിവാഹങ്ങൾ കാണുവാൻ, കൊച്ചുമക്കളെ കാണുവാൻ, മരുമക്കളെ ഒക്കെ കാണുവാൻ ഒന്നിച്ച് ദൈവകൃപ പങ്കിട്ട് ഈ ലോകത്തിൽ ഒരു പുരുഷായുസിന്റെ പൂർത്തീകരണം, അതെ, ഈ കർത്തദാശി 77 അതൊരു പൂർത്തീകരണമാണ്.
70 ഏറെയായാൽ 80 അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തിരുകയും പറന്നു പോകുകയും ചെയ്യുന്നു. 70, 80 എന്ന് പറയുന്ന ഈ കാലഘട്ടം ഒരു പൂർത്തീകരണത്തിന്റെ ആയിഷ. സ്വർഗത്തിൽ പോകാൻ ദൈവസഭയുടെ സീറ്റിൽ വന്നവരാണ്. സ്വർഗത്തിൽ പോകാൻ ശുദ്ധീകരണവരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ശുദ്ധീകരണം ഏറ്റെടുക്കുമ്പോൾ ആത്മാവിൽ തുള്ളിയവരാണ്. അവിടെ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നവരാണ്. എത്ര പേർക്ക് പെന്തിക്കോസ്തിൽ ഉപദേശി എന്നുള്ള മുൻവിധി നിങ്ങൾ മാറ്റും. നിങ്ങൾ ഇപ്പോൾ ഒരു സഹോദരൻ നിങ്ങളോട് ചോദിക്കുന്നു, നീ അവിടെ കാണുമോ? ഒരു വീട്ടിൽ തന്നെ നിനക്ക് സംഭവിക്കും. പുലിക്കുത്ത് പിടിക്കാത്ത 1-ാം നിരയിൽ ക്രിസ്തു ഇരിക്കും. 2-ാം നിരയിൽ ഈ അമ്മച്ചി ഉൾപ്പെടെ വിശുദ്ധന്മാർ നമ്മളൊക്കെ 2-ാമത്തെ നിരയിൽ ഇരിക്കും. 2-ാമത്തെ നിരയിൽ ഈ അമ്മച്ചിയെ പുനരുത്ഥാന ശരീരത്തിൽ കാണാം. ഒരു കൃഷിക്കാരന്റെ ഭാവത്തിൽ ഈ തോട്ടത്തിലെ ദൈവസഭയാം തോട്ടത്തില് അത് സംഭവിക്കുന്ന ദിവസം നിങ്ങൾ ചേർന്ന് എന്നോട് കൂടെ പറയുമോ? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ഉച്ചത്തിൽ പറഞ്ഞാട്ടെ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും എന്നുള്ള നിലയിൽ ദൈവസഭയുടെ സകലവിധ അനുശോചനങ്ങളും പ്രത്യാശയും ഈ ഭവനത്തെ ഞാൻ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം ഈ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ. അവസരം തന്ന ദൈവദാസന് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ വീണ്ടും ഓർക്കാം. കർത്താവ് നമ്മെ സഹായിക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദീർഘകാലവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ദുഃഖവും വേദനയുടെ സമയത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് ആശ്വാസത്തിനും സഹായത്തിനുമായി ഞങ്ങളുടെ ഹൃദയകണ്ണുകൾ കൊണ്ടുവരും. അവിടുത്തെ പരിശുദ്ധ പാദപേക്ഷങ്ങളിൽ ഞങ്ങളുടെ ബലഹീനതയുടെ സമയത്താവെ തൻ്റെ ജീവിതയോട്ടം ശ്രദ്ധയോടെ പോയി ഈ ലോക ജീവിതത്തിൽ നിന്നെ മഹത്വപ്പെട്ട് ജീവിക്കാൻ നാമത്തെ ശ്രദ്ധിക്കാനുള്ള തോന്നണം മകളെ സഹായിച്ചു. അവിടുത്തെ സമയത്ത് അവിടുത്തെ വിളിച്ചാൽ സമയത്ത് പ്രത്യാശയോടെ ധൈര്യത്തോടെ ക്രിസ്തുവിനെതിരെ വിശ്വാസപ്പെടുവാൻ അവിടുന്ന് കൃപചിത ഈ എൻ്റെ മകളുടെ ജീവിതത്തിനും ശ്രേഷ്ഠമായി ഞങ്ങൾ നന്ദിയോടെ എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും പരിചയപ്പെടുന്നവർക്കൊക്കെയും മാതൃകയായി ലോകത്തിന് പ്രകാശമായി ജീവിതമായി കേൾക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കൃപ ഈ കുടുംബത്തിന്മേൽ എൻ്റെ മക്കളുടെ മേൽ ഞങ്ങളുടെ മാതാവിൻ്റെ വിയോഗത്തിൽ ആരപ്പെടുന്ന ദുഃഖിക്കുന്ന വേദനിക്കുന്ന എല്ലാ ഹൃദയങ്ങളോടും കൂടെയും ഇരുന്ന് ആശ്വാസവും സമാധാനവും അവർ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മുൻ തലമുറ ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ അവർ തിരുസന്നിധിയിൽ കാണിച്ച പ്രകാരം ജീവിച്ച പ്രകാരം അവർ അനുവർത്തിച്ചതായിട്ടുള്ള ക്രിയകളിൽ പ്രകാരം ജീവിച്ചതിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കും വിശ്വാസവും പ്രത്യാശമുള്ള ഹൃദയങ്ങളെ അവർ നൽകണമെന്ന് പ്രാർത്ഥിച്ചു. ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരുടെ മക്കളെയും ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശത്തിന്റെയും രക്ഷിതാൽ അവിടുന്ന് നിറയ്ക്കണമേ, ശക്തീകരിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അവരുടെ എല്ലാ ശുശ്രൂഷാ സ്ഥാനങ്ങളെയും ആയിരിക്കുന്ന ഇടങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദിവ്യ കൃപയും കാവൽ നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും അവിടുത്തെ സാന്നിധ്യവും സഹായവും അവിടുത്തെ ആത്മാവ് ശക്തിയും വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നല്ലോ. വിശ്രമരഹിതമായ അധ്വാനപൂർണമായ ഒരു ജീവിതം നയിച്ച് തിരുസന്നിധിയിലെ വിശ്രമത്തിനായി കടന്നു വന്നിരിക്കുന്ന മകളെ അവരുടെ ജീവിതത്താൽ ധന്യമാക്കപ്പെട്ടതായുള്ള കുടുംബാംഗങ്ങളെയും മക്കളെയും ശിശുമക്കളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ദിവ്യ സമാധാനം കൊണ്ടും കാവൽ കൊണ്ടും സൂക്ഷിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരുപാട് ദുഃഖകാരണമല്ല ആശ്വാസവും പ്രത്യാശയും നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ജീവിതമായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു. ധൈര്യത്തോടെ പ്രത്യാശയോടെ ഇവിടെയുള്ള ഈ കുടുംബത്തിലെ ായിട്ടുള്ള ദൈവനാമം അറിയിക്കുന്നു. Bye.
പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ചെങ്ങന്നൂർ ചർച്ച് ഓഫ് ഗോഡിന്റെ ഡിസ്ട്രിക്ട് പാസ്റ്ററായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ് ബേബി. മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ തിരുസന്നിധാനത്തിൽ നമ്മുടെ വാത്സല്യ മാതാവിന്റെ വേർപാടുകളുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ തിരുസന്നിധാനത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കുന്നതായ അവസരത്തിലായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയിൽ ഞങ്ങൾ അർപ്പിച്ചതുപോലെ ഈ ഭവനത്തിലെ വാത്സല്യ മാതാപിതാക്കൾക്ക് ജനിച്ച 2 ആൺമക്കൾ, പ്രിയ രാജു ബ്രദർ, പ്രിയ ബാബു ബ്രദർ, അവർക്ക് ജനിച്ചതായിരിക്കുന്ന പെൺമക്കളെ കുടുംബമായിട്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ കുടുംബമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. പ്രിയ മക്കൾ സൗദിയിലായിരിക്കുമ്പോൾ അവരുടെ സഭ സന്ദർശിച്ചു. ചില ആഴ്ചകളിലൂടെ ആയിരിക്കാൻ ഒരുക്കിയ അവസരങ്ങളെല്ലാം ഞാൻ സ്മരിക്കുന്നു. പ്രിയ ബാബുക്കുട്ടി ഭവനത്തിലെ മകൻ ആൽക്കോബാറില് ഒരു നല്ല സഭയുടെ ശുശ്രൂഷകരും അപ്പോൾ തന്നെ നല്ല ജോലിയുള്ള ബന്ധത്തിൽ നല്ല ആത്മീയ നിലവാരം പുലർത്തുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സാവകാശം ഒരുക്കി. ആ സഭയില് ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന പിണക്കര ദൈവസഭയിലെ കേരളത്തിലെ ഭവനത്തിലെ പ്രിയ ഫിലിപ്പച്ചാന്റെ മകൻ അനീഷ് ജസ്സി അവരുടെ കുടുംബമായിട്ട് ആ സഭയിൽ ആരാധിച്ചു വരുന്നു ഇരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധാനത്തിൽ അദ്ദേഹം ശുശ്രൂഷിച്ചു പോയപ്പോൾ ഈ പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ചുള്ള ചില അവതാരങ്ങളിൽ പറയുവാൻ ഇടയായിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ ആ സ്ഥലത്തിൽ ഓർത്തു, ഈ വാത്സല്യ മാതാവ് ഇവിടെ മരിച്ച് ഇവിടെ മൃതശരീരം ഇവിടെ ശേഷിക്കുമ്പോൾ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒരുപത്തെങ്കിൽ പോലെ ഇരിക്കും എന്നുള്ള ദൈവവചനം ഞാൻ ഓർത്തു. പ്രിയപ്പെട്ട മക്കൾ ഈ മേശയ്ക്ക് ചുറ്റുമായിട്ട് അവർ ഒരുപതികൾ പോലെ മനോഹരമായ ഗാനങ്ങൾ പാടിയും ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ അമ്മ നോക്കിക്കൊണ്ടും പ്രിയപ്പെട്ടവർ പറയുന്നു, അമ്മച്ചിയെ പോയി വിശ്രമിച്ചു കൊള്ളുക, ഞങ്ങൾ പിന്നാലെ നമ്മുടെ പ്രിയ കർത്താവിന്റെ വരവെങ്കിൽ അമ്മച്ചിയോടൊപ്പമായിട്ട് അമ്മച്ചിയുടെ ഈ ശരീരത്തിലല്ല സ്വർഗീയ ശരീരത്തിൽ ഞങ്ങൾ വന്ന് കർത്താവിന്റെ സന്നിധിയിൽ അമ്മച്ചിയെ കണ്ടുകൊള്ളാം എന്നുള്ള ആ കാഴ്ചയിലാണ്, ആ പ്രതീക്ഷയിലാണ് വാത്സല്യ മക്കൾ ഇരിക്കുന്നത്. ആ പ്രതീക്ഷയുള്ള ദൈവമക്കൾ വാത്സല്യ കുഞ്ഞുങ്ങൾ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഒരു ദിവസം ദാസനൊക്കെ ലീഡ് ചെയ്യുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ഈ ഭവനത്തിൽ വന്നപ്പോൾ തങ്കച്ചൻ പാസ്റ്ററും മറ്റ് ദൈവനാലും ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് പകൽ ചില മിനിറ്റുകൾ എടുത്തുകൊള്ളാം എന്ന് ഞാൻ ആർപ്പിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ എനിക്ക് 1-2 പ്രോഗ്രാമുകൾ 12 മണിക്ക് മുൻപായിട്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്ക് വേഗത്തിൽ ഞാൻ പാസ്റ്ററോട് വരുമ്പോൾ എനിക്ക് അവസരം തരുന്നുണ്ടായി. 37 മുതലുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുന്നു.
പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. ഇവിടെ ദൈവത്തിന്റെ ദാസന്മാർ അനേക പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ അനുശോചനത്തിനും ദൈവവചനത്തിനും അവസരം കൊടുക്കുമ്പോൾ ദൈവമക്കൾ ഓർക്കണം, ഞങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. സർവീസിന് നാം കൊടുക്കുന്നതായിരിക്കുന്നതായ ഏറ്റവും മനോഹരമായ യാത്രയിപ്പ് വിശുദ്ധ തിരുവെടുത്ത് പറയുമ്പോൾ സ്തെഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ അടക്കം ചെയ്തു എന്നാണ് തിരുവെടുത്തിൽ വായിക്കുന്നത്. ഈ മനുഷ്യന്റെ മാതാവ് ഈ ലോകത്തിൽ ജീവിച്ച് അവരുടെ നിലവാരത്തിനും ആത്മീയ നിലവാരത്തിനും തക്ക ഒരു യാത്രയപ്പ് ഈ സന്ദർഭത്തിൽ നാം നൽകുകയാണ്. ശുദ്ധ തിരുവെടുത്ത് വായിക്കുമ്പോൾ അനന്യാസ് സഫീര അവർ മരിച്ചു. അവർക്ക് സംഭവിച്ചത് അവരെ ബാല്യക്കാർ കൊണ്ട് കുടിച്ചിട്ടു എന്നാണ് വായിക്കുന്നത്. ചിലരെ കൊണ്ട് കുടിച്ചിട്ട് നിങ്ങളായിരിക്കുന്ന ഭർത്താവിനെ കുടിച്ചിട്ട് അവരുടേതായിരിക്കുന്ന ബാധിക്കലുണ്ടെന്നാണ് പത്രോസ് പറയുന്നത്. എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഭക്തിയോട് കഴിഞ്ഞ 77 വർഷക്കാലം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ഭക്തിയോട് തന്റെ തലമുറയ്ക്ക് മാതൃകയായി ജീവിച്ച് അവരെ ക്രിസ്തുവിൽ ധന്യമായ അനുഭവങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു ഭക്തിയുള്ള മാതാവിന്റെ അടക്കത്തിൽ നമുക്ക് സന്തോഷത്തോടെയാണ് ഈ യാത്രയപ്പ് നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പ്രിയപ്പെട്ട മാതാവിനോട് എന്നേക്കുമായി നാം വിട പറയുകയല്ല, പ്രത്യുത നിത്യതയുടെ തുറമുഖത്ത് നമ്മോട് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്തത്വം എന്താണ്? 14-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ ആയത്തിൽ ഇങ്ങനെ വഹിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തുകൊണ്ടാണ് കലങ്ങിപ്പോകരുത്? വെറുതെ ഞെട്ടിപ്പോയെന്നോ തകർന്നു പോയെന്നോ എന്ന് പറയുന്ന പലരുടെയും വാക്കല്ല. കാരണ സഹിതം യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് കലങ്ങരുത്? ഞാൻ പോകുകയാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് പോകുന്നത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം, നിങ്ങൾക്ക് എന്ന പദം 4 പ്രാവശ്യം അവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ നിങ്ങളെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് നിങ്ങളെ പിന്നെയും വന്ന് എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മരിച്ചാലും ജീവിക്കും എന്ന് യേശു പറഞ്ഞു. മാർത്ത പറഞ്ഞു, ഇല്ല, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിലല്ല. യേശു ആവർത്തിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ലാസറിന്റെ കല്ലറയിലേക്ക് ചെന്നിട്ട് യേശു എന്താണ് പലരും അവരെ ഡിസ്കറേജ് ചെയ്തു. യേശു ചെയ്യുവാൻ പോകുന്ന എന്തെന്ന് യേശുവിനറിയാം. യേശു ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നു നിന്നുകൊണ്ട് യേശു ഇങ്ങനെ ഉറക്കെ പറഞ്ഞു, ലാസറസ് കം ഔട്ട്. ലാസറേ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. ഇന്ന് പകൽ ഞാനിത് പ്രസംഗം ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ബെഥാനിയിലെ ലാസറിന്റെ കല്ലറയിൽ ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചവന്റെ അതേ കാഹള ശബ്ദം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്റെ യേശു മുഴക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട തങ്കമാ ജോസഫ് അമ്മച്ചി ഇവൻ എഴുന്നേറ്റ് വരും. ഈ പ്രത്യാശയുടെ ദൈവമൊക്കെ മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഈ ശരീരത്തിലല്ല നാം 15-ാം അധ്യായത്തിൽ വായിക്കുന്നത് ദ്രവത്വത്തിൽ വിളക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിളക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ തേജസ്സിന്റെ ശരീരം വിശുദ്ധ തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു. ഒന്ന് പറഞ്ഞ് 15-ാം അധ്യായത്തിൽ 48 മുതൽ നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പുതുമ ധരിച്ചതുപോലെ നാം സ്വർഗീയ പുതുമയും ധരിക്കും. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഉയർപ്പിനും ശരീരം അത് സ്വർഗീയ ശരീരമാണ്. ഞാൻ തേജസ്സിനെ കുറിച്ചുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മത്തായി 13:43 ഇങ്ങനെ പറഞ്ഞു, അന്ന് നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് ചെന്ന് പറയാം സൂര്യനെ പോലെ ശോഭിക്കും. ലോകം വിട്ടു പിരിയും Yeah.
പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവിന്റെ വേർപാടുള്ള ബന്ധത്തിൽ ദിവസങ്ങളായിരിക്കാനും ദുഃഖത്തില് പ്രത്യാശയിലായിരിക്കുന്ന ദൈവജനത്തോട് ചേർന്നായിരിക്കാനും ഈ ഭവനത്തെ കുറിച്ച് നീണ്ട വർഷങ്ങളിലെ പരിചയവും സ്നേഹബന്ധവും കൊടുക്കുവാനായിട്ട് ദൈവം അത് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പുതിയ കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം ചെങ്ങന്നൂർ ചായോ സഭയുടെ അടിസ്ഥാനം ഈ കുടുംബമാണെന്ന് എനിക്ക് ഗ്രഹിക്കാനും അതിന്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ അതിന്റെ ശുശ്രൂഷ അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. കുടുംബങ്ങളെ പാർക്കുമ്പോൾ നീണ്ട വർഷങ്ങൾ ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരുടെ സന്തോഷവും സ്നേഹവും ആശ്വസിപ്പിക്കുന്നതായ ദൈവാത്മാവിന്റെ പ്രവൃത്തിയോടെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കാനായിട്ട് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് 10 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിന്റെ മറ്റുപെടുവാനായിട്ട് ഇടയായി. അതേ സ്തോത്രം അതും സഭയ്ക്ക് വളരെ വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു. എന്നാൽ സ്തോത്രം ഈ അമ്മച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നിത്യമായ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് ഈ അവസരം ഒരുക്കിയിട്ടുണ്ട്. ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് അതേ സ്തോത്രം അമ്മച്ചിയെ കൊണ്ട് വിളിക്കുമ്പോൾ ആ മുറിക്കകത്ത് ഉയർന്നതായ ആ പ്രൈസ് ലോർഡിന്റെ ശബ്ദം അത് ഈ കുടുംബത്തിൽ മാത്രമല്ല അത് റോഡ് വരെ കേൾക്കുന്ന ഒരു ശബ്ദമായിരുന്നു. അമ്മച്ചിയുടെ പ്രൈസ് ലോർഡ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയത്തില്ല. അതേ സ്തോത്രം അത്ര ആഴമേറിയ ഒരു ആത്മീയ അനുഭവം പ്രാപിക്കാനായിട്ട് കൃപ നൽകിയിട്ടുണ്ട്. അനേക സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ആത്മനിലവിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു ഈ അമ്മച്ചി എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആത്മാവിൽ പാടുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്ന മാതാവിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് ദുഃഖമല്ല, അത് വലിയ സന്തോഷമാണ്. അനേക മാതാപിതാക്കൾക്ക് ലഭിക്കാത്ത പ്രത്യേകമായ ഒരു ആത്മീയ അനുഭവം പ്രാപിക്കാനായിട്ട് മാതാവിന്റെ കൃപ ചെയ്തിട്ടുണ്ട്. എന്നാൽ പാട്ടുകാരൻ പാടിയതുപോലെ അത് ദൈവത്തിന് വേണ്ടി നാം ചെയ്തതും ദൈവം നമുക്ക് ചെയ്തതുമായ ശ്രദ്ധമായ അനുഭവങ്ങൾ പ്രാപിക്കുന്ന നിത്യമായ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്ന പ്രിയ മാതാവിന്റെ ധന്യ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽവേളയിൽ മറ്റുള്ള പുരുഷന്മാര് സ്നേഹാനേശ്വരി അടക്കം ചെയ്യുമെന്ന് തിരുവനന്തപുരത്ത് നാം വായിക്കുന്നത് പോലെ എത്ര സമയം കഴിയുമ്പോൾ മാതാവിന്റെ കൺപോടി നാം അടക്കം ചെയ്യും. എന്നാൽ കാതൽ ധരിക്കും, മരിച്ചവർ ഉയർക്കും, വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. അതിന്റെ നടുവിൽ പ്രിയമാതാവിനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ അതേ സ്തോത്രം എന്റെ കുടുംബത്തിന്റെയും പ്രത്യാശയും അനുശോചനം രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ആറുമണ ചർച്ചയുടെയും പ്രത്യേകമായ അത് പ്രാർത്ഥന അനുശോചനം രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെല്ലാവരും മുഴുവനും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടും നിർമ്മലതയോടും കൂടെ ജീവിച്ചു സ്വകീയമായ പൃഥ്വിയിലേക്ക് പോകുന്നതിന് വേണ്ടി മഹത്വത്തിലേക്ക് പ്രവേശിച്ച വാത്സല്യ മാതാവിന്റെ ദേഹയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന ഭവനത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ശ്രീരാമേശ്വര മക്കൾക്കും വാത്സല്യ മകൻ എല്ലാവർക്കും ഉള്ള ദുഃഖത്തിൽ ഞാനും വ്യക്തിപരമായും എന്റെ സഭയുള്ള ബന്ധത്തിലും പങ്കുചേരുകയാണ്. ഈ അപേക്ഷയുടെ ശാരീരികമായ അവസ്ഥകൾ ഒരു താൽക്കാലികമായ അസ്വസ്ഥതകളായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു. മാതാവിന്റെ മരണം ഭവനത്തിന്റെ ഒരു ഇൻകൺവീനിയൻസ് ആണ്, മക്കൾക്ക് എല്ലാവർക്കും ഒരു ഇൻകൺവീനിയൻസ് ആണ്. എന്നാൽ അതെല്ലാം ഒരു പെർമനന്റ് കൺവീനിയൻസിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രോസസ്സിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടെ മാതാവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം ദൈവദാസന് നന്ദി അർപ്പിച്ചുകൊണ്ടും എന്റെ വാക്കുകളെ ചൊല്ലും.